ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം KSEB വർക്കർ ഇതിനു മുമ്പ് മസ്ദൂർ എന്ന പേരിലായിരുന്നു എക്സാമിനേഷൻ നടന്നിരുന്നത്. അന്ന് ഈ ഒരു തസ്തികയുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഇന്ന് ഈ പറയുന്ന ITA ഒന്നും ഉണ്ടായിരുന്നില്ല. കേവലം 8ാം ക്ലാസ് മാത്രമായിരുന്നു. 8ാം ക്ലാസ് യോഗ്യതയും പോസ്റ്റിൽ കയറാനുള്ള കഴിവും മാത്രം നോക്കിയായിരുന്നു അന്ന് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടിയിരുന്നത്. എന്നാൽ KSEB അതിന്റെ യോഗ്യത മാറ്റി അതിനെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തു. കേരള PSCയും പുതിയ രീതിയിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ സിലബസ് ഏതാണ്ട് മറ്റ് ഇലക്ട്രീഷ്യൻ വർക്കർ തുടങ്ങിയ എക്സാമിനേഷൻ ഒക്കെ വരുന്നതിന് സമാനമായ ഒരു ITA ലെവൽ സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പൊതുവെ ITA ലെവൽ എക്സാമിനേഷനിൽ ഇപ്പോൾ കാണുന്ന പ്രവണത പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവണതയിൽ നിന്ന് ഒത്തിരി മാറി PSC. അത്തരത്തിലുള്ള പ്രവണത വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇനി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചിരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലേക്ക് കുറച്ചും കൂടി നിലവാരമുള്ള ചോദ്യങ്ങളുമായിട്ടാണ് കേരള PSC വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറിയ ഈ ഒരു പാറ്റേണിൽ നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആകാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും PSCക്ക് മുമ്പിൽ നമ്മൾ പതറിപ്പോകും. നമുക്ക് കേവലം 1-2 ഉത്തരങ്ങൾ എഴുതി പോരാൻ വേണ്ടിയല്ല ഈ പരീക്ഷ എഴുതുന്നത്. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റാങ്കിൽ തന്നെ പ്ലേസ്മെന്റിൽ എത്തണം എന്നത് നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. അതിന് നിങ്ങളെ സജ്ജരാക്കുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു സൗജന്യ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഈ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് നൽകുന്നത് 12ാം തീയതിയാണ്. വൈകുന്നേരം 8 മണിക്കാണ് ഈ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആകെ മൊത്തത്തിൽ ഒരു എക്സാമിനേഷന്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്നതിന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി നമുക്കറിയാം. 30/9/2026 ഈ ഒരു എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത്. അതായത് നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ ചുരുങ്ങിയത് മാത്രമാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ കൃത്യമായിട്ടൊരു സ്മാർട്ട് സ്ട്രാറ്റജി കൂടി ഉണ്ടെങ്കിലേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, ഓൾറെഡി ഇതിന്റെ സിലബസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ITA ലെവൽ എക്സാമിനേഷനും അതുപോലെ തന്നെ മറ്റ് വയർമാൻ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ എക്സാമിനേഷനുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു പാറ്റേണും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് പറഞ്ഞാൽ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യും. ഈ ഒരു വെബിനാറിൽ സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യും. ഒപ്പം ഈ ഡീകോഡ് ചെയ്യുന്ന സിലബസിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങളെ ഒരു അപ്പർ ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതായത് ഒരു ചോദ്യം, അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് നടത്തുന്ന എക്സാമിനേഷൻ അൾട്രാ ടഫ് ആയാൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് അത്യാവശ്യം നല്ലൊരു സെയിം സ്കോറിലേക്ക് ലാൻഡ് ചെയ്യാമെന്നതിന്റെ ഒരു കൃത്യമായ ഒരു ഗൈഡൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഈ മുഴുവൻ, അതായത് ഇതിനകത്തുള്ള മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ കൃത്യമായിട്ട് അൺലോക്ക് ചെയ്ത് നിങ്ങൾക്ക് തരും. ഇത് സൗജന്യ വെബിനാർ ആണ്. അപ്പോൾ ഈ ഒരു അൺലോക്കിലൂടെ നിങ്ങൾക്ക് മുഴുവൻ സിലബസും നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് തരും. അതിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ ആ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊരു കൃത്യമായ ഒരു ബ്രില്യൻ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെ ഈ എക്സാമിനേഷനെ നിങ്ങളുടെ കൈകളിൽ ഒതുക്കാം എന്നതിനുള്ള ഗൈഡൻസ് ആണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ വെബിനാറിൽ പങ്കെടുക്കണം. ഈ വെബിനാർ നിങ്ങളുടെ കരിയറിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു മൊമെന്റം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വെബിനാർ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. ഡേറ്റ് ഒന്നുകൂടി പറയാം, ഈ വരുന്ന 12ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ്. ഇനിയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അപ്ഡേഷൻ, അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോകുന്ന ഒരു പ്രവണതയുണ്ട്. ലൈവായിട്ട് തന്നെ നിങ്ങൾ കയറണം. നിങ്ങളുടെ സംശയങ്ങൾ ഓരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അതിന് നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൃത്യമായിട്ടുള്ള ഇന്റിമേഷൻ കിട്ടും. അങ്ങനെ ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പന്റ് ആവാൻ കഴിയും. മൂന്നാമത്, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംശയങ്ങൾ തീർക്കാൻ കഴിയും. അപ്പോൾ മറക്കാതെ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറക്കണ്ട, ഇത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആണ്. ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഡീകോഡ് ചെയ്യാനുള്ള ഏറ്റവും സുവർണ്ണ അവസരമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.